അളിയനും കൂടി എന്ത് കാട്ടുന്നത് അല്ലാതെ തൊള്ളന്നാ കേറി വരുമോ? എന്താ ഇതിന്റെ ചൊർക്ക് നോക്കടാ, ചൊർക്ക്. രണ്ടാമത്തെ മീൻ മമ്മദിനടിച്ചിരിക്കുകയാണ്. അതാ കോയമോ പിടിച്ചിരിക്കുകയാണ്. ഫിഷർമാൻ ഓഫ് ദി ഇന്ത്യ ഓഫ് ദി ലക്ഷദ്വീപ് ഇൻ ദി കേരള മലബാർ. വൈറ്റ് സ്നാപ്പർ അല്ല, വൈറ്റ് സ്നാപ്പർ. ഇത് ഇപ്പൊ ചാകര, ഫുൾ ചാകര. ഇതുവരെ മീൻ കിട്ടാഞ്ഞിട്ട് ശമമാണല്ലോ. എന്തൊരു രസമാണ്. അമൂറാണത്. അമൂർ ഇങ്ങനത്തെ ഐറ്റംസ് നമ്മളെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. ലക്ഷദ്വീപിൽ ഞാനിത് 2ാം തവണയാണ്. ഈ വെളുപ്പാങ്കാലം 4 മണിക്ക് എണീറ്റ് പോണത് മീൻ പിടിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതിനായിട്ടാണ് ഞാൻ 2ാം തവണയും ലക്ഷദ്വീപിൽ കാല് കുത്തുന്നത്. കഴിഞ്ഞ തവണ വന്നപ്പോഴും ഫിഷിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് ചെറിയ രീതിയിൽ നമ്മളിങ്ങനെ ചെറിയ ബോട്ടിലൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഫിഷിംഗ് ആണ്. ഇത് ഇതിനായിട്ട് എടുത്ത് 25,000 ഉറുപ്പിക വാടക കൊടുത്തെടുത്ത് നമ്മൾ ഉൾക്കടലിലേക്ക് മീൻ പിടിക്കാനായിട്ട് പോകണം. അതാണ് ഇത്രയും നേരത്തെ പോണത്. പക്ഷെ മീൻ കിട്ടുമോ ഇല്ലേ എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അത് കടലമ്മ കനിഞ്ഞ് തന്നാൽ മാത്രമേ കിട്ടുള്ളൂ. മീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാ ഈ അമൂറ് പോലത്തെ ചെറിയ ചെറിയ മീനുകൾ നമ്മൾ ഏറ്റവും വലിയ ഒരു 100 കിലോ അല്ലെങ്കിൽ ഒരു 70-80 കിലോ ഒക്കെയാണ് ലക്ഷ്യമിടുന്നത്. കിട്ടിയാ കിട്ടി, പോയാ പോയി. നമ്മത് ഓൺ സ്പെഷ്യൽ റിക്വസ്റ്റില് മീൻ പിടിക്കാനായിട്ട് കവരത്തിന്ന് വന്നൊക്കെയാണ്. ഒരു മൂല മമ്മദിനെയും ഒരു മൂല റാഫിയാക്ക. അത് പിന്നെ പണിയൊന്നും അറിയലും വെറുതെ ഒരു കുറവില്ല. ആ കഞ്ഞിനോട് പറ തിരിയാന്. VIP ബോട്ടിലാണ് പോണത്, അറിയോ? പത്തുബായ് ഫ്രം ലാക് ട്രാവൽസ്. മീൻ മീൻ കമാൺ കമാൺ. ഇന്നത്തെ ഭാഗ്യം മൂപ്പർക്കാണ്. മൂപ്പരെ പേര് പറഞ്ഞില്ല ചേട്ടാ. സെബിയുള്ളക്കാണ് ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ ബേജാറാവല്ലേ? മീൻ കിട്ടി. എല്ലാവരും ആകാംക്ഷഭരിതമായി, കാണികൾ നിരന്തര വരിയായി. കടലിലൊരു സെലിബ്രിറ്റിക്ക് പോലും ഇത്രയും അധികം കാണികൾ ക്യൂ നിന്നിട്ടില്ല. ഓടി ഒന്നാണ് അപ്പുറത്ത് കോയാമൂരിട്ട്. ചെറുതാ പറ്റിച്ച അതെ ബ്ലൂ ഫിൻ ട്യൂൺ. ഏതാണത്? ട്യൂണല്ലേ? ട്യൂണയാണല്ലോ. ബേബി ബേബി. എന്താ ഇതിന്റെ ചൊർക്ക് നോക്കടാ, ചൊർക്ക്. കൈത്ത് പിടിക്കാന്. അയ്യോ ഏതാ ഫോട്ടോ വേണ്ടേ? ഇത് മമ്മൂന് ഭാഗില്ലട്ടാ. പൂര അമ്മു സ്പെഷ്യലിസ്റ്റ്. മീനും മറ്റാളും കൂടി പോവാണ്ട് കൊറേ നേരത്തോ അയലുടങ്ങിട്ട് വല്ല കിട്ടുവോ? ഒന്നും കിട്ടുന്നില്ല. പടക്കര നിർത്തിയാ. സ്റ്റോറേജ് ഉണ്ടോ? രണ്ടാമത്തെ മീൻ മമ്മദിനടിച്ചിരിക്കുകയാണ്. Muhammad is going to take the second mean. അതാ കോയമോ പിടിച്ചിരിക്കുകയാണ്. സെയിം സാധനം കൈത്തിരിവിടെ. ഫിഷർമാൻ ഓഫ് ദി ഇന്ത്യ ഓഫ് ദി ലക്ഷദ്വീപ് ഇൻ ദി കേരള. എടുത്ത് എത്തിപ്പത് മലബാർ. തലങ്ങും പലങ്ങും ഏറാട്ടോ ഫുള്ള്. പക്ഷെ ഒരു സാധനം കൊളത്തണില്ല, കംപ്ലീറ്റ് ഇവിടെ ഏറാണ്. അങ്ങനെയാണ് പറഞ്ഞത്. മീൻപിടുത്തം ഇതൊരു കലയാണ്. ശമന്റെ നെല്ലിപ്പടിക വരെ കാണും.
ദ്വീപ് ചക്കര. വൈറ്റ് സ്നാപ്പർ അല്ല, വൈറ്റ് സ്നാപ്പർ, വൈറ്റ് സ്നാപ്പർ, വൈറ്റ്. ഇത് ഇപ്പൊ ചാകര, ഫുൾ ചാകര. ഇതുവരെ മീൻ കിട്ടാഞ്ഞിട്ട് ഇതാ കിട്ടി. അതാ ഏയ് ഏതാ സാധനം? ചെറുക്ക് പിടിക്കും. എന്താണ് നടക്കണ ഇവിടെ? മീനിനെ എങ്ങനെ പിടിക്കുന്നു പഠിപ്പിക്കണം. പുറത്ത് കിടക്കല്ലേ, ഇങ്ങനെ എടുത്തോ. എനിക്ക് ഗോൾഡ് മാത്രം പിടിക്കാനായിരുന്നു. ക്രൂരനാണ് താങ്കൾ, അതിനെ കണ്ണ് നെക്കി പിടിക്കുന്നു. എന്താണ് കളർഫുൾ. പേരെന്താ? ശമാമോ? ശമമാണല്ലോ. എന്തൊരു രസമാണ്. അമൂറാണത്. അമൂറ് ഇങ്ങനത്തെ ഐറ്റംസ് നമ്മളെ നാട്ടിൽ ഇറങ്ങിയിട്ടില്ല. ബ്യൂട്ടിഫുൾ സാധനം. കുറെ ആൾക്കാർ കടുത്ത മീൻപിടുത്തത്തിലാട്ടോ. ഒരു പ്രോ ലീഗാണ്. ഏറൊക്കെ കണ്ടാണ്ടല്ലോ ആ പോണു. മുജീബായി വള്ളത്തിൽ നിന്നും അഗാധ ഗർത്തത്തിലേക്ക് ബോട്ട്. അതായത് ഇത് ഞാൻ എറിഞ്ഞതാണ്, ഞാൻ അധികാരപ്പെടില്ല. സെയിം സാധനം തന്നെ. അല്ലല്ല, അതിന്റെ കാരണമല്ലാണ്. അതിന്റെ കാരണം മൂത്താപ്പാന്റെ മോനെ അതിന്റെ ചെറിയ കാലമത്തെ ചോപ്പ് മാറിക്കണോ. ഹാഫിയാക്കാന്റെ പഴയ ഒരു ആഗ്രഹം ഡോക്ടർ ആവണം. ഉമ്മാന്റെ ഒരു ആഗ്രഹം പല്ല് ഡോക്ടർ ആക്കണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ തീരുമാനം പല്ല് പറിക്കുകയാണ്. അളിയനും കൂടി എന്ത് കാട്ടുന്നത്? രണ്ട് തീരുമാനമാക്കും. തോന്നലേ ആക്ക് വെറുതെ ഇത് എവിടേക്കും പോവില്ല. അല്ലാതെ തൊള്ളണ്ടാ കീറി വരുമോ? സർജറി എന്താ കോയമത്? ഒരു മിണ്ടാപ്രാണിയാണ് താങ്കൾ. ഇങ്ങനെ ക്രൂരനാണ്. ഇത് ക്രൂരനാണ് താങ്കൾ. പല്ല് മൊത്തം പൊട്ടിട്ടാ പല്ല് ഡോക്ടർ. പിന്നെയും കിട്ടി. ഓ ഏതാ സാധനം? കാല് പൊള്ളണ് പോയി. ഞാൻ ചൂണ്ടൽപ്പോ കൊളുത്തി കിട്ടണ വരുമോ? ഈ ചാടു. ഇതാണ് ഏറ്റവും സേഫാടാ. വെറുതെ ചാടി ചേട്ടൻ കള്ളച്ചാട്ടോ. കടലിന്റെ നടുവിലാണെന്ന് മനസ്സിലായിക്കോളൂ. എടുക്കാണ് ദിശ മാറിയിക്കണോ മറ്റാള്? കണ്ണൊന്നും കാണില്ല തോന്നുന്നുണ്ട്. കടൽക്കാ പോണത്. നാരങ്ങളും മധുരം. അച്ചറോ? ഓ ഇതാ സാധനം. പറ്റേ പറ്റ. ഓ ഇങ്ങോട്ട് എടുത്തല്ല. കാല് മാറ്റി